സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പാലിയേറ്റീവ് കെയർ എന്താണെന്നും പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന്റെ പെയിൻ മാനേജ്മെന്റ് എങ്ങനെയാണെന്നും പഠിച്ചു. എല്ലാവരും അത് പഠിച്ചു കാണുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ സെഷനിൽ പാലിയേറ്റീവ് കെയർ പേഷ്യൻസിൽ സാധാരണ കാണപ്പെടുന്ന രോഗലക്ഷണങ്ങളും അവയുടെ മാനേജ്മെന്റും നോക്കാം. കുറച്ചൊരു ലെങ്തി സെഷനാണ്, പക്ഷെ ക്ഷമയോടെ എല്ലാവരും അത് കണ്ടിരിക്കുക, നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ സിംറ്റം മാനേജ്മെൻറ്റ്. സിംറ്റം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയർ പേഷ്യൻസിൽ സാധാരണ കാണപ്പെടുന്ന രോഗലക്ഷണങ്ങളും അവയുടെ മാനേജ്മെൻറ്റും നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് സിംറ്റംസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിസ്നിയ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ഫംഗേറ്റിംഗ് വൂൺസ്, ബ്ലീഡിംഗ്, ഡിസ്ഫേജിയ, ഡയറിയ, യൂറിനറി ഇൻകോണ്ടിനൻസ്, urinary retention and hesitancy, halitosis, insomnia, bed sores, lymphedema. First one, dyspnea. Dyspnea means breathlessness or dyspnea is severe shortness of breath and labored breathing. അതായത് കഠിനമായ ശ്വാസമുട്ടൽ അഥവാ ശ്വാസമെടുക്കാനുള്ള പ്രയാസം, അതിനെയാണ് ഡിസ്നിയ എന്ന് പറയുക. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ഡിസ്നിയ. ഡിസ്നിയ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാനേജ്മെൻറ്റ്? ഫസ്റ്റ് വൺ, പ്ലേസ് ദ പേഷ്യൻ്റ് ഇൻ അപ്രൈറ്റ് പൊസിഷൻ സപ്പോർട്ടഡ് ബൈ പില്ലോസ്. പേഷ്യൻറ്റിനെ പില്ലോസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ ബെഡിൽ ബാക്ക് റെസ്റ്റ് ഉണ്ടാവും, ബാക്ക് റെസ്റ്റ് ഉപയോഗിച്ചോ രോഗിയെ നേരെ ഇരുത്തുക. 90 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ 45 ഡിഗ്രി ആംഗിൾ നമുക്ക് യൂസ് ചെയ്യാം. 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ഹൈ ഫോളോസ് പൊസിഷൻ എന്ന് പറയും. 45 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ സെമി ഫോളോസ് പൊസിഷൻ എന്ന് പറയും. ഈ പൊസിഷനിൽ പേഷ്യൻ്റെ അബ്ഡോമൻ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അതോടൊപ്പം തന്നെ ചെസ്റ്റിലെ കംപ്രഷൻ കുറയുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, അസസ് ട്രീറ്റബിൾ കോസസ്, അതായത് ഡിസ്നിയ വരാൻ കാരണമാകുന്ന എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. തേർഡ് വൺ, പ്രൊവൈഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഡിസ്നിയ വരുമ്പോൾ പേഷ്യൻ്റ് നാച്ചുറലി ആൻഷ്യസ് ആവും, അപ്പോൾ പേഷ്യൻറ്റിന് സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകുക. റൂം ഷുഡ് ബി വെൽ വെന്റിലേറ്റഡ്. രോഗി കിടക്കുന്ന മുറി നല്ല കാറ്റും വെളിച്ചവും ഉള്ളതായിരിക്കുക. ബ്രീത്തിങ് ആൻഡ് കോഫിംഗ് എക്സസൈസിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ബ്രീത്തിങ് ആൻഡ് കോഫിംഗ് എക്സസൈസ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ ബെഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ചെയറിലോ ഇരുത്തുക. ഇപ്പോൾ കിടക്കുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2 കാലും കുത്തിവെച്ച് ആ ഒരു പൊസിഷനിൽ കിടത്താം. ഇനി ഇപ്പോൾ ഇരിക്കുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു പില്ലോ വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് 2ൽ ബ്രീത്ത് ഇൻ ത്രൂ ദ നോസ്, അതായത് നല്ല ദീർഘമായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാൻ പറയാം. അതാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 മീൻസ് ആസ്ക് ദ പേഷ്യൻറ്റ് ടു ടേക്ക് ബ്രത്ത് ഡീപ്ലി ത്രൂ ദ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട് ത്രൂ ദ മൗത്ത്. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ശ്വാസം വിടാൻ പറയാം. ഇതാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3 കോഫിംഗ് എക്സസൈസിലേക്ക് പോകാം. കോഫിംഗ് എക്സസൈസ് സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് 2 പോലെ തന്നെയാണ്. ബ്രീത്ത് ഇൻ ത്രൂ ദ നോസ് എടുക്കുക, അതായത് ആഴത്തിൽ നോസിലൂടെ ബ്രീത്ത് എടുത്തതിന് ശേഷം ചുമച്ചുകൊണ്ട് 2-3 പ്രാവശ്യം ചുമച്ചുകൊണ്ട് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് കോഫിംഗ് എക്സസൈസസ്. ഇത് 2-3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സ്ഫൂട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു. ദിസ് ഈസ് ബ്രീത്തിങ് ആൻഡ് കോഫിംഗ് എക്സസൈസസ്. നെക്സ്റ്റ്, പ്രൊവൈഡ് നെബുലൈസേഷൻ. ഇതാണ് നെബുലൈസേഷൻ മാസ്ക്. ഈ മാസ്ക് ഇതിനകത്തേക്ക് നമ്മൾ തുറന്ന് മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഇതിനകത്ത് ആഡ് ചെയ്യും. ഇത് നെബുലൈസറിലേക്ക് കണക്ട് ചെയ്യും, എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കും. അപ്പോൾ ഈ മെഡിസിൻസ് വേപ്പറൈസ്ഡ് ആയി ഫ്യൂംസ് ആയിട്ട് മാസ്കിലൂടെ പേഷ്യൻറ്റിന് നോസിലൂടെ എടുക്കാൻ പറയുക. ഫ്യൂംസ് വരുമ്പോൾ നോസിലൂടെയോ മൗത്തിലൂടെയോ ശ്വാസം എടുത്ത്, നോസിലൂടെയാണ് എടുക്കുന്നതെങ്കിൽ നോസിലൂടെ എടുത്ത് മൗത്തിലൂടെ പുറത്തേക്ക് വിടാൻ പറയാം. ഇതാണ് നെബുലൈസേഷൻ. ദെൻ അഡ്മിനിസ്റ്റർ ബ്രോങ്കോഡൈലേറ്റേഴ്സ്, ആൻസിയോലൈറ്റിക്സ്, സ്റ്റിറോയിഡ്സ് ഓർ ഡയോറിറ്റിക്സ്. ഇത്രയും കൂടാതെ നമുക്ക് മരുന്നുകൾ നൽകാവുന്നതാണ്. ബ്രോങ്കോഡൈലേറ്റേഴ്സ്, ബ്രോങ്കസ് ഡൈലേറ്റ് ചെയ്യാനുള്ള മരുന്നുകളാണ്. ആൻസിയോലൈറ്റിസ്, പേഷ്യൻ്റ് ആൻസൈറ്റി ഉണ്ടെങ്കിൽ കുറയ്ക്കാവുന്ന മരുന്നുകളാണ്. സ്റ്റിറോയിഡ്സ്, ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓർ ഡയോറിറ്റിക്സ് മീൻസ് യൂറിൻ കൂടുതലായിട്ട് പോകാനായിട്ട്. അങ്ങനെ ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡയോറിറ്റിക്സ് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്നിയ ആണെന്നുണ്ടെങ്കിൽ. ദെൻ അഡ്മിനിസ്റ്റർ ഓക്സിജൻ തെറാപ്പി, പേഷ്യൻറ്റിന് ഓക്സിജൻ തെറാപ്പിയും കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, സെക്കൻഡ് സിംറ്റം ദാറ്റ് അഫക്റ്റഡ് ബൈ പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റ് ഈസ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. രണ്ടാമത്തെ പ്രോബ്ലം നോസിയ ആൻഡ് വോമിറ്റിംഗ് ആണ്. അതെന്താണെന്നും അതിൻ്റെ മാനേജ്മെൻറ്റും നോക്കാം.
നോസിയ ഈസ് ഫീലിംഗ് ആൻഡ് ഏർജ് ടു വൊമിറ്റ്. വൊമിറ്റ് ചെയ്യാനുള്ള തോന്നലാണ് അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള തോന്നലാണ് നോസിയ എന്ന് പറയുന്നത്. വൊമിറ്റിംഗ് ഈസ് ഫോഴ്സിങ് ദ കണ്ടൻസ് ഓഫ് ദ സ്റ്റൊമക്ക് അപ്പ് ത്രൂ ദ ഈസോഫാഗസ് ആൻഡ് ഔട്ട് ഓഫ് ദ മൗത്ത്. വൊമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ അതല്ലെങ്കിൽ സ്റ്റൊമക്കിലെ ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം ഛർദ്ദിച്ച് പുറത്തേക്ക് പോവുക, അതാണ് വൊമിറ്റിംഗ്, ഛർദ്ദിൽ എന്ന് പറയും. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എൻകറേജ് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഫീഡ്സ്. നമുക്കെല്ലാം അറിയാം വൊമിറ്റിങ്ങും നോസിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അളവ് കൂടുതൽ അളവിലുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കില്ല. എങ്ങനത്തെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? എൻകറേജ് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഫീഡ്സ്. കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറവായിരിക്കുക, എന്നാൽ ഇടവിട്ട് കൊടുക്കുകയും വേണം. അതാണ് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഫീഡ്സ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് പോയിന്റ്, എൻകറേജ് ദ പേഷ്യൻറ്റ് ടു ചൂസ് ദ മെനു. രോഗിക്ക് ഇഷ്ടമുള്ള ആഹാരം തിരഞ്ഞെടുക്കാൻ അവസരം നൽകുക. തേർഡ് വൺ, അവോയ്ഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഇഫ് ദർ ഈസ് വൊമിറ്റിംഗ്. വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒഴിവാക്കുക, കാരണം ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മേക്ക് ഷുവർ patient is taking adequate salt. Normal salt intake is 10 to 12 milligram per day. അതായത് രോഗി ആവശ്യത്തിന് ഉപ്പ് എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതായത് സാധാരണ ആഹാരത്തിലൂടെ രോഗിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ മനുഷ്യന് കിട്ടേണ്ട സോൾട്ടിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 10 to 12 milligram പെർ ഡേ ആണ്. ഇത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം വൊമിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഡീഹൈഡ്രേഷൻ വരും, സോൾട്ടിൻ്റെയൊക്കെ മിനറൽസിൻ്റെയൊക്കെ അളവ് ശരീരത്തിൽ നിന്നും കുറവാകും. അപ്പോൾ അത് കാരണം അഡിക്വേറ്റ് സോൾട്ട് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Next point, explain about signs and symptoms of dehydration and hyponatremia. നോസിയ വൊമിറ്റിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഡീഹൈഡ്രേഷനും ഹൈപ്പോനെട്രീമിയയും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിർജ്ജലീകരണം, ശരീരത്തിന് ജലാംശം നഷ്ടപ്പെടുക. ഹൈപ്പോനെട്രീമിയ മീൻസ് ബ്ലഡിൽ സോഡിയത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ, അതാണ് ഹൈപ്പോനെട്രീമിയ. ഇനി ഇതിൻ്റെ സിംറ്റംസ് നമുക്ക് നോക്കാം. സിംറ്റംസ് ഓഫ് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ രോഗിയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സിംറ്റംസ് ഓഫ് ഡീഹൈഡ്രേഷൻ ഈസ് തേഴ്സ്റ്റ്, ഡ്രൈ മൗത്ത്. തേഴ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാഹം, അമിതമായ ദാഹം. ഡ്രൈ മൗത്ത്, വരൾച്ച, ചുണ്ടിനും വായ്ക്കകത്തും ഉണ്ടാകുന്ന വരൾച്ച. ഹെഡേക്ക്, തലവേദന. ഡ്രൈ കൂൾ സ്കിന്ന് ഡ്രൈ ആവുകയും തണുപ്പ് വരികയും ചെയ്യുക. മസിൽ ക്രാംസ്, അത് മസിലുകളുടെ കോച്ചിപ്പിടുത്തം. ഡാർക്ക് യെല്ലോ യൂറിൻ്റെ അളവ് അല്ലെങ്കിൽ യൂറിൻ്റെ കളറ് നല്ല ഡാർക്കായിരിക്കും, യെല്ലോ കളറിലായിരിക്കും. സിംറ്റംസ് ഓഫ് ഹൈപ്പോനെട്രീമിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈപ്പോനെട്രീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ സോഡിയത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഡിസിനസ് ഉണ്ടാകും. ഡിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം. ഫറ്റീഗ്, ക്ഷീണം. തേഴ്സ്റ്റ് മീൻസ് ദാഹം. കൺഫ്യൂഷൻ മീൻസ് പേഷ്യൻറ്റിന് സ്ഥലകാല ബോധം ഇല്ലായ്മ, എന്താണ് പേര് എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ദെൻ ഇൻസഫിഷ്യൻറ്റ് യൂറിൻ പോകുന്നതിൻ്റെ അളവ് കുറയുക. നോസിയ, ഓക്കാനം വരിക. ഹെഡേക്ക്, തലവേദന ഉണ്ടാവുക. ഇതാണ് സിംറ്റംസ് ഓഫ് ഹൈപ്പോനെട്രീമിയ. അപ്പോൾ ഇത് എന്തെങ്കിലും രോഗികൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോസിയ ആൻഡ് വൊമിറ്റിംഗ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ സിംറ്റംസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മാനേജ്മെൻറ്റ്, അവോയ്ഡ് സിറ്റിംഗ് നിയർ ദ കിച്ചൺ വൈൽ കുക്കിംഗ് ആസ് ദിസ് സ്മെൽ മേ അഗ്രവേറ്റ് ദ നോസിയ. അടുക്കളയിൽ പാചകം ചെയ്യുന്നിടത്ത് രോഗിയെ ഇരുത്തരുത്, കാരണം ഭക്ഷണത്തിൻ്റെ സ്മെൽ ചിലപ്പോൾ നോസിയ ഉണ്ടാക്കാൻ കാരണമാകും. മെയിൻറ്റെയിൻ ഗുഡ് ഓറൽ ഹൈജീൻ എസ്പെഷ്യലി ആഫ്റ്റർ എപ്പിസോഡ്സ് ഓഫ് വൊമിറ്റിംഗ്. അതായത് ഛർദ്ദിച്ചു കഴിയുമ്പോൾ വായു നല്ലപോലെ ക്ലീൻ ചെയ്യിക്കുക. യൂസ് കോംപ്ലിമെൻ്ററി തെറാപ്പി ടു മാനേജ് നോസിയ ആൻഡ് വൊമിറ്റിംഗ്. അതായത് നോസിയ ആൻഡ് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി മറക്കാൻ വേണ്ടിയിട്ട് രോഗിയെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതായത് എന്തെങ്കിലും TV വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുകയോ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് വിടുക. അതാണ് എക്സാമ്പിൾ ഡിസ്ട്രാക്ഷൻ. നെക്സ്റ്റ് പോയിന്റ്, എഡ്യൂക്കേറ്റ് അബൌട്ട് ടേക്കിംഗ് മെഡിക്കേഷൻ അറ്റ് കറക്റ്റ് ടൈം. കറക്റ്റ് ടൈമിൽ മരുന്നെടുക്കാൻ രോഗിയെ പ്രേരിപ്പിക്കുക. എക്സാമ്പിൾ, ടാബ് ഒമിപ്രസോൾ ഓൺ എംപ്റ്റി സ്റ്റൊമക്ക്. ഒമിപ്രസോൾ പോലുള്ള മരുന്നുകൾ എംപ്റ്റി സ്റ്റൊമക്കിലാണ് നമ്മൾ എടുക്കുക, അതായത് വെറും വയറ്റിലാണ് എടുക്കേണ്ടത്. ഇത് ആസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്നാണ്.
ടാബ് മെറ്റാക്ലോപ്രമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പെരിനോം 10 milligram ഹാഫ് ആൻ അവർ ബിഫോർ ഫുഡ്. മെറ്റാക്ലോപ്രമൈഡ് ആൻറ്റി എമിറ്റിക് ആണ്, ഛർദ്ദിക്കാതിരിക്കാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ മരുന്നുകൾ കൊടുക്കുക. അതായത് അതാണ് പറയുന്നത്, ഈ നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ കൊടുക്കുക. അതാത് ടൈമിൽ കൊടുത്തെങ്കിൽ അതിൻ്റെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് തേർഡ് പ്രോബ്ലം ഈസ് കോൺസ്റ്റിപ്പേഷൻ. സോ ഇത്രയാണ് നമ്മൾ നോസിയ ആൻഡ് വോമിറ്റിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത്. ഇനി അടുത്ത തേർഡ് സിംറ്റത്തിലേക്ക് പോകാം, അതായത് കോൺസ്റ്റിപ്പേഷൻ. Constipation is characterized by infrequent bowel movement or abnormal hardening of stools, making their passage difficult and painful. സ്റ്റൂൾ ഹാർഡായി പോവുകയോ ശരിയായി പോകാതിരിക്കുകയോ ചെയ്യുകയും വേദന ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാം. ഇനി കോൺസ്റ്റിപ്പേഷൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് നോക്കാം. അസസ് ഫോർ ട്രീറ്റബിൾ കോസസ്. എക്സാമ്പിൾ ഹെമറോയിഡ്സ്. അതായത് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഹെമറോയിഡ്സ് ആണ് ഒന്നാമത്തെ കാര്യം. ഹെമറോയിഡ്സ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് വെയിൻസ് ഇൻ ദ റെക്റ്റം ആൻഡ് ഏനസ്. രക്തത്തിലും ഏനസിലെയും ഭാഗത്തുള്ള വെയിൻസ് തടിച്ചു വീർക്കുന്നതിനെയാണ് ഹെമറോയിഡ് എന്ന് പറഞ്ഞാൽ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് റീസൺസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. യൂസ് ലാക്സേറ്റീവ്സ് വെൻ എവർ ഇൻഡിക്കേറ്റഡ്. ആവശ്യമാണെങ്കിൽ ലാക്സേറ്റീവ്സ് കൊടുക്കുക. ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൂൾസ് ഈസി ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് ആണ് ലാക്സേറ്റീവ്സ്. നെക്സ്റ്റ് എൻകറേജ് ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ധാരാളം വെള്ളം കുടിക്കാൻ പറയുക. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം വെള്ളം കുടിക്കാൻ പറയുക. അതോടൊപ്പം തന്നെ ഇൻക്രീസ് ഡയറ്ററി ഫൈബർ. എക്സാമ്പിൾ ഫ്രൂട്ട്സ്. അതായത് നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് ഫ്രൂട്ട്സ്, പിന്നെ ഇലക്കറികൾ, നാരുകൾ അങ്ങനെ കൂടുതലുള്ള ആഹാരങ്ങൾ ശരീരത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എൻകറേജ് മൊബിലിറ്റി ആസ് പോസിബിൾ. അതായത് രോഗിയോട് കഴിവതും മൊബിലൈസ് ചെയ്യാൻ പറയുക, എപ്പോഴും കിടക്കാതെ നടക്കാൻ സഹായിക്കുക. ലിസൺ ടു ആൻസൈറ്റീസ് ആൻഡ് പ്രൊവൈഡ് പ്രൈവസി. രോഗിയുടെ പ്രയാസങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, അവർക്ക് പ്രൈവസി നൽകുക. പ്രൈവസി നൽകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സേഫായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക. ടോയ്ലറ്റിലൊക്കെ പോകാൻ ഒരു പ്രൈവസി ഇല്ലെങ്കിൽ അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റൂള് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സേഫ് എൻവയോൺമെൻറ്റ് പേഷ്യൻറ്റിന് ഒരുക്കി കൊടുക്കുക. സോ ഇത്രയാണ് കോൺസ്റ്റിപ്പേഷൻ്റെ മാനേജ്മെൻറ്റ്. ഫോർത്ത് സിംപ്റ്റം ഈസ് fungating wounds. That is, fungating cancer wounds develop when cancer that is growing under the skin breaks through the skin. അതായത് സ്കിന്നിനടിയിൽ രൂപപ്പെടുന്ന ട്യൂമർ കോശങ്ങൾ വലുതായി ത്വക്കിലൂടെ പൊട്ടി ഊണ്ടായി പുറത്തേക്ക് വരുന്നു. അതായത് നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിക്കോളൂ. അതായത് ഈ സ്കിന്നിനടിയിൽ രൂപപ്പെടുന്ന ഈ ട്യൂമർ സെൽസ് ഇറ്റ് ക്യാൻ ബി പ്രൈമറി ഓർ മെറ്റാസ്റ്റാറ്റിക്. പ്രൈമറി മീൻസ് ആദ്യമായിട്ട് ആ സൈറ്റിൽ ഉണ്ടാകുന്ന ട്യൂമർ കോശങ്ങൾ. മെറ്റാസ്റ്റാറ്റിക് ആകാം. മെറ്റാസ്റ്റാറ്റിക് എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ട്യൂമർ കോശങ്ങൾ ഉണ്ടായി അത് ബ്ലഡ് വെസൽസ് വഴി ആ ഭാഗത്തേക്ക് എത്തുന്നതാകാം. അതാണ് പ്രൈമറി ഓർ മെറ്റാസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായ ട്യൂമർ സെൽസ് വലുതാകുന്ന പിക്ചറാണ് കാണിച്ചേക്കുന്നത്. വലുതായിട്ട് അത് ത്വക്കിലൂടെ പൊട്ടി അതൊരു മുറിവായിട്ട് പുറത്തേക്ക് വരുന്നു. അതാണ് ഫംഗേറ്റിംഗ് വൂണ്ട്. ഫംഗേറ്റിംഗ് വൂണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസറസ് വൂണ്ടാണ്. അതായത് ഫംഗസ് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ ക്യാൻസറസ് വൂണ്ടാണ്. അത് പെട്ടെന്നത് വളർന്ന് വലുതാകുന്നു. അതാണ് ഈ ഫംഗേറ്റിംഗ് വൂണ്ട്സ്. നെക്സ്റ്റ് അബൌട്ട് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫംഗേറ്റിംഗ് വൂണ്ട്സ്. ഫംഗേറ്റിംഗ് വൂണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ നോക്കാം. ഫസ്റ്റ് വൺ, ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ്. എങ്ങനെയാണ് വൂണ്ട് ക്ലീനിങ്ങും ഡ്രസ്സിങ്ങും ചെയ്യുന്നത്? എൻഷ്യൂർ അഡിക്വേറ്റ് അനാൽജസിയ. ഏത് വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുന്നതിന് മുമ്പ് നല്ല പെയിൻഫുൾ ഉണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനാൽജസിക്സ് കൊടുക്കും. അനാൽജസിക്സ് എന്താണെന്ന് അറിയാമല്ലോ. അതായത് മെഡിസിൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് പെയിൻ, അല്ലെ, വേദന കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ. അത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വൂണ്ട് ഡ്രസ്സിങ് തുടങ്ങാൻ. നെക്സ്റ്റ്, ഇറിഗേഷൻ വിത്ത് നോർമൽ സലൈൻ ഓർ സ്റ്റെറൈൽ വാട്ടർ. നോർമൽ സലൈനോ സ്റ്റെറൈൽ വാട്ടറോ ഉപയോഗിച്ച് ഇറിഗേഷൻ ചെയ്യുക. മുറിവ് നല്ലപോലെ വൃത്തിയാക്കാനാണ് അത് ചെയ്യുന്നത്.
നെക്സ്റ്റ് സിറിഞ്ചിങ് ടു റിമൂവ് സ്ലഫ്. ഇവിടെ പിക്ചറിൽ കാണിക്കുന്ന പോലെ സ്ലഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്ലഫ് മീൻസ് നമ്മൾ വൂണ്ടിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, അതായത് യെല്ലോയിഷ് ലെയർ ഫോംഡ് അറ്റ് ദ ബേസ് ഓഫ് ദ വൂണ്ടാണ്. അപ്പോൾ മുറിവിൽ സ്ലഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ സിസേഴ്സ് യൂസ് ചെയ്ത്, അതായത് നല്ലപോലെ അത് നനയ്ക്കുക, സിറിഞ്ച് യൂസ് ചെയ്ത് നോർമൽ സലൈൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഉപയോഗിച്ച് നല്ലപോലെ ഇറിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ലഫ് കട്ടിങ് ചെയ്യുക. സ്ലഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിസേഴ്സ് യൂസ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയുക. Then apply. Next point is apply bacteriostatic drug. Bacteriostatic drug ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അപ്ലൈ ചെയ്യുക. ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യുന്ന ഡ്രഗാണ് ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ്. നെക്സ്റ്റ് പുട്ട് എ ലെയർ ഓഫ് നോൺ അഡീസീവ് ഗോസ്. അപ്പോൾ മരുന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നോൺ അഡീസീവ് ഗോസ് എന്ന് പറഞ്ഞാൽ മുറിവിലേക്ക് അധികം പറ്റിച്ചേർന്നിരിക്കാത്ത രീതിയിലുള്ള ഗോസ്. കാരണം പിറ്റേ ദിവസം നമ്മൾ ഡ്രസ്സിങ് റിമൂവ് ചെയ്യുമ്പോൾ പെയിൻ വരാൻ പാടില്ല. അതാണ് നോൺ അഡീസീവ് ഗോസ്. ആ ഗോസ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അപ്ലൈ ഗംജി പാഡ്സ് അപ്ലൈ ചെയ്യുക. ഗംജി പാഡ്സ് കമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഇത് കണ്ടോ പിക്ചറിൽ, നല്ല കട്ടിയുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഗോസ് പാഡ്സ് ആണ്. ഇതിപ്പോൾ നോൺ സ്റ്റെറിലൈസ്ഡ് ആണ് ഞാൻ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഗോസ് പാഡ്സ് ആണ് ഈ ഗംജി പാഡ്സ്. നല്ല തിക്ക് ലെയർ ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് വൂണ്ടിൻ്റെ മീതെ വയ്ക്കാം. അഡീസീവ് ഗോസ് വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ ഗംജി പാഡ്സ് അപ്ലൈ ചെയ്യാം. ദെൻ സെക്യൂർ വിത്ത് ബാൻഡേജ് വെച്ച് നല്ലപോലെ കെട്ടാം. അല്ലെങ്കിൽ അഡീസീവ് ടേപ്പ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡെപ്ത് ഓഫ് ദ വൂണ്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. ബാൻഡേജിങ് അല്ലെങ്കിൽ അഡീസീവ് ടേപ്പ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അബൌട്ട് ദ കൺട്രോളിങ് ഫൗൾ സ്മെൽ ഓഫ് ഫംഗേറ്റിംഗ് വൂണ്ട്. ചില സമയത്ത് ഫംഗേറ്റിംഗ് വൂണ്ട് ക്യാൻസറസ് വൂണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം നല്ല സ്മെല്ല് വൂണ്ടിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫൗൾ സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ ചെയ്യേണ്ട ചികിത്സാ രീതികൾ. ഫസ്റ്റ് വൺ, ക്ലീൻ ആൻഡ് ഡ്രസ് വൂണ്ട് റെഗുലർലി. നല്ലതുപോലെ മുറിവ് ക്ലീൻ ചെയ്യുക. ദെൻ ലോക്കൽ മെട്രോണിഡസോൾ ക്രഷ്ഡ് ആൻഡ് പൗഡേർഡ് ടാബ്ലറ്റ്സ് ആർ മോർ ബെറ്റർ. നല്ല ഫൗൾ സ്മെല്ലുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നത് മെട്രോണിഡസോൾ എന്ന് പറയുന്ന ആൻറ്റി ബാക്ടീരിയൽ ഡ്രഗ് ടാബ്ലറ്റ് ആണത്. ഇത് കണ്ടോ പിക്ചറിൽ കണ്ട പോലെ. അപ്പോൾ ഈ ടാബ്ലറ്റ് പൊടിച്ച് നമ്മൾ മുറിവിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്മെല്ല് കുറയ്ക്കും. ദെൻ സിസ്റ്റമിക് മെട്രോണിഡസോൾ യൂസ്ഡ് ഇൻ സം കേസസ്. ചില കേസിൽ ഈ മെട്രോണിഡസോളിൻ്റെ തന്നെ ഇഞ്ചക്ഷൻ രൂപം ഉപയോഗിക്കാവുന്നത്, ഇഞ്ചക്ഷനായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കാവുന്നതാണ് മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട്. ദെൻ നെക്സ്റ്റ് കൺട്രോളിങ് ബ്ലീഡിങ്. ഇനി ഫംഗേറ്റിംഗ് വൂണ്ടിൽ നിന്ന് ബ്ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലഡ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലൈ ലോക്കൽ പ്രഷർ അപ്ലൈ ചെയ്യുക. അത് നമ്മൾ വൂണ്ട് കെയറിൽ പഠിച്ചതാണ്. ലോക്കൽ പ്രഷർ അപ്ലൈ എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട് ഗോസ് പാഡ്സ് വെച്ചിട്ട് നല്ല ബാൻഡേജ് വെച്ച് നല്ലപോലെ ചുറ്റി പ്രഷറൈസ്ഡ് കൊടുക്കുക. അതാണ് അപ്ലൈ ലോക്കൽ പ്രഷർ. ദ നെക്സ്റ്റ് പോയിന്റ്, സുക്രാൽഫേറ്റ് പൗഡർ ക്രഷ്ഡ് ആൻഡ് പൗഡേർഡ് ടാബ്ലറ്റ്സ് അപ്ലൈ ടോപ്പിക്കലി. അതായത് സുക്രാൽഫേറ്റ് പൗഡർ ഇതാണ്, ഇത് കണ്ടോ പിക്ചറിൽ, സുക്രാൽഫേറ്റ് ടാബ്ലറ്റ് ഇത് പൊടിച്ച് മുറിവിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. സുക്രാൽഫേറ്റ് ടാബ്ലറ്റ് പൊടിച്ച് പൗഡറാക്കി മുറിവിൽ മേൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അനദർ മെത്തേഡ് ഈസ് ഹെമോലോക്ക് 1:100 ടോപ്പിക്കലി. അതല്ല എന്നുണ്ടെങ്കിൽ ഹെമലോക്ക് 1:100 ടോപ്പിക്കൽ സൊല്യൂഷൻ കിട്ടും. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുറിവിന്മേൽ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് സിസ്റ്റമിക് എത്താംസിലേറ്റ്. അതല്ലെങ്കിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ പേഷ്യൻറ്റിന് നൽകാവുന്നതാണ്. എത്താംസിലേറ്റ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അതും നമുക്ക് യൂസ് ചെയ്യാം. ഇതിലൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റേഡിയോ തെറാപ്പി, ഇത് ക്യാൻസറസ് വൂണ്ടാണല്ലോ, അപ്പോൾ എന്തായാലും റേഡിയേഷൻ ആ ഭാഗത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂമർ സെൽസ് ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ റേഡിയോ തെറാപ്പി. നെക്സ്റ്റ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. സർജറി വേണ്ട വൂണ്ടാണെന്നുണ്ടെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സും ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഫംഗേറ്റിംഗ് വൂണ്ട്സിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പോൾ ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ് പറയുക, ദെൻ മാനേജിങ് ഫൗൾ സ്മെൽ, ദെൻ കൺട്രോളിങ് ബ്ലീഡിങ്. ഇത് 3 പോയിന്റും ഈ ഫംഗേറ്റിംഗ് വൂണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ ചോദിക്കാവുന്നതാണ്. Fifth symptom of a palliative care patient experiencing is dysphagia. Dysphagia means it is difficult or painful swallowing. Dysphagia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ വേദനയോടുകൂടിയ വിഴുങ്ങുമ്പോൾ വേദന തോന്നുക, അതിനെയാണ് ഡിസ്ഫേജിയ എന്ന് പറയാം. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ,
ട്രീറ്റ് ത്രഷ്. ത്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വായ്ക്കകത്തുണ്ടാകുന്ന പൂപ്പൽ ബാധയാണ് ത്രഷ്. അപ്പോൾ ഈ ത്രഷ് കൊണ്ട് ചിലപ്പോൾ ഡിസ്ഫാജിയ ഉണ്ടാകാം, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടും പെയിനൊക്കെ ഉണ്ടാകാം. അപ്പോൾ ത്രഷാണ് റീസൺ എങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഓയിൻമെൻറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുകയോ മരുന്ന് കഴിച്ച് ഇത് ഭേദമാക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൊവൈഡ് സോഫ്റ്റ് ഡയറ്റ് ഓർ സെമി സോളിഡ് ഡയറ്റ്. അതായത് സോഫ്റ്റ് ഡയറ്റോ സെമി സോളിഡ് ആയിട്ടുള്ള ഡയറ്റോ കൊടുക്കുക. അതായത് ഇങ്ങനത്തെ ഉള്ള ഈ പ്രശ്നം ഉണ്ടാകുന്നവർക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം കൊടുക്കാൻ. ദെൻ റിലീവ് ആൻസൈറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ആശ്വാസം രോഗിക്ക് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫീഡ് ത്രൂ നേസോഗാസ്ട്രിക് ട്യൂബ് ഇഫ് അപ്രോപ്രിയേറ്റ്. ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, ഒട്ടും പേഷ്യൻറ്റിന് വിഴുങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂക്കിൽ കൂടി ട്യൂബ് ഇടാം. അതാണ് നേസോഗാസ്ട്രിക് ട്യൂബ് ഇടാം, അതിലൂടെ ഫീഡ് കൊടുക്കാം. ഈ പിക്ചറിൽ അതാണ് കാണിക്കുന്നത്, നേസോഗാസ്ട്രിക് ട്യൂബ് ഇട്ട് ഫീഡ് കൊടുക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് സ്റ്റിറോയിഡ് മെഡിസിൻസ് ഇഫ് നെസസറി. ആവശ്യമാണെങ്കിൽ സ്റ്റിറോയിഡ് മെഡിസിൻസ് നമുക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ കൊടുക്കാവുന്നതാണ്. ദെൻ ഇഫ് ഡ്യൂ ടു ക്യാൻസർ കൺസിഡർ റെഫറൽ ഫോർ പാലിയേറ്റീവ് സർജറി ഓർ റേഡിയോതെറാപ്പി. ഇനി ഈ ഡിസ്ഫാജിയ ഉണ്ടാവുന്നത്, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ക്യാൻസറിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്നതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയോ അല്ലെങ്കിൽ റേഡിയോ തെറാപ്പിയോ ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഡിസ്ഫാജിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, പേഷ്യൻറ്റിന് കൊടുക്കാവുന്ന മാനേജ്മെൻറ്റ്. Next, sixth symptom is diarrhea. Diarrhea is a condition in which feces are discharged from the bowels frequently and in a liquid form. അതായത് ഡയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലൂസായിട്ട് പോകുന്നത്, അതായത് ലിക്വിഡ് രൂപത്തിൽ കൂടുതൽ പ്രാവശ്യം സ്റ്റൂൾ പാസ് ചെയ്യുന്നതിനെ ഡയറിയ എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേട്ടിട്ടുണ്ടല്ലോ ഡയറിയ. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ലൂസ് സ്റ്റൂളായിട്ട് പോയാൽ നമുക്ക് എന്ത് മാനേജ്മെൻറ്റാണ് കൊടുക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ടു ദ പേഷ്യൻ്റ് അബൌട്ട് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡീഹൈഡ്രേഷൻ. അത് ലൂസായിട്ട് കുറേ പ്രാവശ്യം സ്റ്റൂൾസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലിക്വിഡായിട്ട് പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടും. നിങ്ങൾക്കറിയാം ഡീഹൈഡ്രേഷൻ, ജലാംശം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി, രോഗിക്കും രോഗിയുടെ കുടുംബത്തിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് എക്സ്പ്ലെയിൻ ടു ദ പേഷ്യൻ്റ് അബൌട്ട് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡീഹൈഡ്രേഷൻ. ഏതൊക്കെയാണ്? തേഴ്സ്റ്റ്, ദാഹം ഉണ്ടാവും. ഡ്രൈ മൗത്ത്, വായ്ക്കകം ഉണങ്ങി വരണ്ട് പോകുന്ന അവസ്ഥ. ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാവും. ഡ്രൈ കൂൾ സ്കിൻ, അതായത് സ്കിന്ന് നല്ല ഡ്രൈ ആവുകയും നല്ല തണുപ്പുണ്ടാവുകയും ചെയ്യുന്നു. മസിൽ ക്രാംസ്, പേശി കോച്ചിപ്പിടുത്തം ഉണ്ടാവുന്നു. ഡാർക്ക് യെല്ലോ കളർ യൂറിൻ്റെ കളറ് നല്ല ഡാർക്കിഷ് യെല്ലോയിഷ് കളറായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ദെൻ എക്സ്പ്ലെയിൻ അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് സ്കിൻ ഇൻറ്റഗ്രിറ്റി. സ്കിൻ ഇൻറ്റഗ്രിറ്റി, അത് ഡയറിയ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ പ്രാവശ്യം ലിക്വിഡ് രൂപത്തിൽ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ എന്തായാലും ആ പെരിനിയൽ ഭാഗത്ത് സ്കിന്ന് പൊട്ടും. അപ്പോൾ സ്കിൻ കെയർ വളരെ അത്യാവശ്യമാണ്. ഓരോ പ്രാവശ്യം സ്റ്റൂൾസ് പാസ് ചെയ്തതിന് ശേഷം ആ ഏരിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ഒക്കെ ഒന്ന് ഒപ്പി ഡ്രൈ ആക്കി വെക്കുക. Next management is explain about ORS preparation. ORS means oral rehydration solution. എല്ലാവരും കേട്ടിട്ടുണ്ടാകും ORSനെ പറ്റിയിട്ട്. ORS പാക്കറ്റ് അത് PHC എന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, കടയിൽ ആണ് വാങ്ങിക്കാൻ അവൈലബിളും ആണ്. ഇതാണ് ORS പാക്കറ്റ്. ഇനി ഈ പാക്കറ്റ് എങ്ങനെയാണ് ഡയറിയ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ORS പാക്കറ്റ് കൊണ്ട് സൊല്യൂഷൻ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ടേക്ക് 1 ലിറ്റർ ബോയിൽഡ് കൂൾഡ് ഡ്രിങ്കിങ് വാട്ടർ. അതായത് 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കുക. അതായത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 കപ്പ് 1 ലിറ്ററായിട്ട് എടുക്കാം. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എടുക്കേണ്ടത്. ആഡ് 1 ORS പാക്കറ്റ് പൗഡർ ഇൻറ്റു ഇറ്റ്. അതിലേക്ക് 1 പാക്കറ്റ് പൗഡർ, ഈ 1 ORS പാക്കറ്റ് പൗഡർ അതിലേക്ക് പൊട്ടിച്ചിടുക. സ്റ്റിർ ഇറ്റ് വെൽ, നല്ലപോലെ കലക്കുക. യൂസ് ഇറ്റ് വിതിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ ആ പാനീയം ഉപയോഗിക്കാം. പിറ്റേ ദിവസം അതെടുക്കരുത്, അത് കളഞ്ഞിട്ട് വേറെ എടുക്കുക. അപ്പോൾ ഇതാണ് ORS സൊല്യൂഷൻ. ഡയറിയയുടെ മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് ORS. അതായത് 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ 1 പാക്കറ്റ് ORS പൗഡർ ഇടുക, നല്ലപോലെ കലക്കുക, അത് 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കാം.
നെക്സ്റ്റ് അബൌട്ട് ദ ഹോം മെയ്ഡ് പ്രിപ്പറേഷൻ ഓഫ് ORS. വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ORS പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അത് നാഷണൽ ഹെൽത്ത് പോർട്ടലിൽ കൊടുത്തിരിക്കുന്ന പ്രിപ്പറേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹൗ ടു പ്രിപ്പയർ ആൻ ORS സൊല്യൂഷൻ അറ്റ് ഹോം. വീട്ടിൽ എങ്ങനെ നമുക്ക് ORS, ഇനി ORS പാക്കറ്റൊക്കെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡയറിയ പേഷ്യൻറ്റിന് ORS ഇത് കലർന്ന ലൈന് കൊടുക്കണം. അപ്പോൾ വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ വാട്ടർ. ഇവിടെ ക്ലീൻ വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ. അതായത് ബോയിൽഡ് കൂൾഡ് വാട്ടറാണ്. അത് 1 ലിറ്റർ എടുക്കുക, അതായത് 5 കപ്പ് എടുക്കാം. എടുത്തിട്ട് ആഡ് ഷുഗർ, ദാറ്റ് ഈസ് 6 ലെവൽ ടീസ്പൂൺ, 6 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. ദെൻ ആഡ് സോൾട്ട്, ഹാഫ് ലെവൽ ടീസ്പൂൺ, 1/2 സ്പൂൺ ഉപ്പും ആഡ് ചെയ്യുക. ദെൻ സ്റ്റിർ ദ മിക്സ്ചർ ടിൽ ദ ഷുഗർ ഡിസോൾവ്സ്. നല്ലപോലെ ഇളക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ORS സൊല്യൂഷൻ വീട്ടിൽ റെഡിയായി. അതായത് 5 കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കുക, അതിനകത്തേക്ക് 6 സ്പൂൺ പഞ്ചസാര ഇടുക, 1/2 സ്പൂൺ ഉപ്പും ഇടുക, നല്ലപോലെ ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ആ സൊല്യൂഷൻ പേഷ്യൻറ്റിന് കൊടുക്കുക. ഇതാണ് ORS സൊല്യൂഷൻ പ്രിപ്പറേഷൻ അറ്റ് ഹോം. 7th symptom is urinary incontinence. It is uncontrolled passing of urine of sufficient magnitude to create a problem. നിയന്ത്രണമില്ലാത്ത വിധം യൂറിൻ പോകുന്ന അവസ്ഥ ആണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതായത് യൂറിൻ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടുക. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, assess for treatable causes. Example, constipation, nerve damage, urinary tract infection, surgery, etc. യൂറിനറി ഇൻകോണ്ടിനൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ നെർവ് ഡാമേജ് കൊണ്ടാകാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊണ്ടാവാം, സർജറി കൊണ്ടാവാം. ഇതിലേതാണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കുക. റീഅഷ്യൂർ ദ പേഷ്യൻ്റ്, രോഗിയെ ആശ്വസിപ്പിക്കുക. റാപ്പിഡ് ആൻഡ് റെഗുലർ ടോയ്ലറ്റിംഗ്, രോഗിയെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ കൊണ്ടുപോവുക. മെയിൻറ്റെയിൻ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. മോണിറ്റർ ഹൈഡ്രേഷൻ, ധാരാളം വെള്ളം കുടിക്കാൻ നൽകുക. കത്തീറ്ററൈസേഷൻ ഇഫ് നീഡഡ്, ആവശ്യമാണെങ്കിൽ യൂറിനറി കത്തീറ്റർ ഇടുക. ഈ പിക്ചറിൽ യൂറിനറി കത്തീറ്റർ ഇട്ടേക്കുന്ന പിക്ചറാണിത്. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ ഡ്രഗ്സ് ഫോർ ഇൻഫെക്ഷൻ, കോൺസ്റ്റിപ്പേഷൻ ഇഫ് എനി. ദാറ്റ് ഈസ് ഇൻഫെക്ഷനോ കോൺസ്റ്റിപ്പേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മരുന്നുകൾ നൽകുക. ഇത്രയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, 8th symptom is urinary retention and hesitancy. Urinary retention is inability to pass urine. Hesitancy is prolonged delay between attempting and achieving urination. Urinary retention എന്നാൽ inability to pass urine, അതായത് യൂറിൻ പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഓർ കഴിവില്ലായ്മ. ഹെസിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുന്നതിനുള്ള കാലതാമസം, അതായത് ഒരുപാട് ടൈം എടുക്കുന്നു പേഷ്യൻറ്റിന് യൂറിൻ പാസ് ചെയ്യാനായിട്ടാണ് ഹെസിറ്റൻസി. മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ് ഫോർ ട്രീറ്റബിൾ കോസസ്. എക്സാമ്പിൾ, obstruction in urethra, perineal surgery, lack of privacy, poor fluid intake, paralysis, ഇഞ്ചുറി, ലാക്ക് ഓഫ് ബ്ലാഡർ മസിൽ ടോൺ. എന്താണ് റീസൺ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. യൂറിനറി റിട്ടൻഷനും ഹെസിറ്റൻസിയും ഉണ്ടാകാനുള്ള റീസൺ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒബ്സ്ട്രക്ഷൻ ഇൻ യുറീത്രയിൽ ഉണ്ടാകുന്ന തകരാറ് എന്തെങ്കിലും ആയിരിക്കാം, പെരിനിയൽ സർജറി ആകാം, ലാക്ക് ഓഫ് പ്രൈവസി, അതായത് പ്രോപ്പറായിട്ടുള്ള സ്ക്രീൻ വെച്ച് മറച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിലോ ഒക്കെ യൂറിനറി റിട്ടൻഷൻ ഉണ്ടാകും. പുവർ ഫ്ലൂയിഡ് ഇൻടേക്ക്, ശരിയായ രീതിയിൽ വെള്ളം എടുത്തില്ല എന്നുണ്ടെങ്കിൽ പരാലിസിസ് ഉള്ള പേഷ്യൻറ്റിനുണ്ടാകാം. ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാക്ക് ഓഫ് ബ്ലാഡർ മസിൽ ടോൺ, ബ്ലാഡർ മസിൽസിന് സ്ട്രെങ്തിന് കുറവ് വരിക. ഇപ്പം ഈ കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിനറി റിട്ടൻഷൻ ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റ് ഈസ് റീഅഷ്യൂർ ദ പേഷ്യൻ്റ്, രോഗിയെ ആശ്വസിപ്പിക്കുക. തേർഡ് വൺ, എൻഷ്യൂർ പ്രൈവസി ഉറപ്പാക്കുക. സ്ക്രീൻ വെച്ചോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഏർപ്പെടുത്തിയോ ഒക്കെ പ്രൈവസി കൊടുക്കുക. എൻകറേജ് വോയിഡിങ് by massaging lower abdomen, sound of running water, pouring warm water over perineum. അതായത് രോഗിയെ യൂറിൻ പാസ് ചെയ്യാൻ നഴ്സിംഗ് മെഷേഴ്സ് സ്വീകരിക്കാവുന്നതാണ്. അതായത് മസാജിങ് ലോവർ അബ്ഡമൻ, അടിവയറ് പതുക്കെ ഒന്ന് തടവി കൊടുക്കാം. സൗണ്ട് ഓഫ് റണ്ണിങ് വാട്ടർ, പൈപ്പ് തുറന്ന് വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാം. പോറിങ് വാം വാട്ടർ ഓവർ ദ പെരിനിയം, പെരിനിയത്തിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ കൊണ്ട് യൂറിനറി റിട്ടൻഷൻ ചിലപ്പോൾ ഭേദമാകാവുന്നതാണ്.
കത്തീറ്ററൈസേഷൻ ഇഫ് നീഡഡ്, ഇതൊന്നുകൊണ്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ കത്തീറ്റർ ഇടാവുന്നതാണ്, യൂറിനറി കത്തീറ്റർ ഇടാവുന്നതാണ്. പ്രൊവൈഡ് എനഫ് ടൈം ഫോർ യൂറിനേഷൻ, നെവർ ഹറി ദ പേഷ്യൻറ്റ്, യൂറിൻ പാസ് ചെയ്യുന്നതിന് ആവശ്യത്തിന് സമയം നൽകുക, ഒരിക്കലും പേഷ്യൻറ്റിനെ ധൃതി പിടിപ്പിക്കരുത്. അപ്പോൾ ഈ കത്തീറ്റർ ഇടാത്ത പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമ്മൾ സമയം കൊടുക്കുക. അപ്പോൾ ഈ മെഷേഴ്സൊക്കെ ഫെയിൽ ആവുകയാണെങ്കിൽ യൂറിനറി കത്തീറ്റർ ഇടാം. സോ ദീസ് ആർ ദ മാനേജ്മെൻറ്റ് ഓഫ് യൂറിനറി റിട്ടൻഷൻ ആൻഡ് ഹെസിറ്റൻസി. Next, 9th symptom is halitosis. Halitosis is foul or unpleasant smelling breath. അതായത് വായിൽ നിന്നും പുറത്തു വരുന്ന ദുർഗന്ധത്തെയാണ് ഹാലിറ്റോസിസ് എന്ന് പറയുക. നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, ഈ ഹാലിറ്റോസിസ് മാറ്റാനുള്ള മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റിക്കുലസ് ഓറൽ ഹൈജീൻ, അതായത് വായ് വൃത്തിയായി ബ്രഷ് ചെയ്യുക. ക്ലീൻ ആൻഡ് സോക്ക് ഡെഞ്ചുവേഴ്സ്, ഡെഞ്ചുവേഴ്സ് എന്ന് വെച്ചാൽ വെപ്പുപല്ലുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കേണ്ടതാണ്. ദെൻ എൻഷുർ അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക്, ധാരാളം വെള്ളം കുടിക്കുക. ഫ്ലേവേർഡ് മിൻസ്, എക്സാമ്പിൾ ഫ്ലേവേർഡ് സ്വീറ്റ്സ്, എക്സാമ്പിൾ മിൻസ്, അതായത് മിൻസ് പോലുള്ള സ്വീറ്റനിങ് ആയിട്ടുള്ളവ ഉപയോഗിക്കാം. ഇത് ഇത്രയും നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ആണ്. അതായത് മരുന്നുകളല്ലാത്ത രീതിയിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലുള്ള മാനേജ്മെൻ്റ് ആണ് ഹാലിറ്റോസിസിൻ്റെ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അനേറോബിക് ഇൻഫെക്ഷൻ ഓഫ് ഗംസ്, ഇനി മോണകളുടെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഹാലിറ്റോസിസ് ഉണ്ടാകുന്നതെങ്കിൽ ഓറൽ മെട്രോണിഡസോൾ 400 mg BD കൊടുക്കാവുന്നതാണ്. മെട്രോണിഡസോൾ 400 mg ടാബ്ലറ്റ്, BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദിവസത്തിൽ 2 നേരം കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഗ്യാസ്ട്രിക് ഹൈപ്പർ സെക്രീഷൻ, അതായത് അസിഡിറ്റി കൂടുതലായിട്ടുണ്ടാകുന്നതുകൊണ്ടുള്ളതാണ് ഹാലിറ്റോസിസ്. അങ്ങനെയാണ് ഹാലിറ്റോസിസ് ഉണ്ടാകുന്നതെങ്കിൽ മെറ്റാക്ലോപ്രമൈഡ് 10 mg TDS ഓർ ഡോംപെരിഡോം 10 to 20 mg QID. മെറ്റാക്ലോപ്രമൈഡ് എന്നുള്ള ടാബ്ലറ്റ് 10 mg ടാബ്ലറ്റ് TDS 3 നേരം കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഡോംപെരിഡോം എന്നുള്ള ടാബ്ലറ്റ് 10 to 20 mg അത് QID മീൻസ് 4 times a day നൽകാവുന്നതാണ്. നെക്സ്റ്റ്, എനേറോബിക് ഇൻഫെക്ഷൻ ഓഫ് ദ ലങ്സ്, ലങ്സിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ പാരൻട്രൽ മെട്രോണിഡസോൾ കൊടുക്കാവുന്നതാണ്. പാരൻട്രൽ മെട്രോണിഡസോൾ മീൻസ് മെട്രോണിഡസോൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ നൽകാവുന്നതാണ്. ലങ്സിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അല്ലെങ്കിൽ ലങ്സിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഹാലിറ്റോസിസ് ഉണ്ടാകുന്നതെങ്കിൽ പാരൻട്രൽ മെട്രോണിഡസോൾ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷ് നൽകാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലോർഹെക്സിഡീൻ ഗ്ലൂക്കണേറ്റ് 1% 10 ml QID. അപ്പോൾ ഹാലിറ്റോസിസ് മാറ്റാൻ ഏറ്റവും നല്ല ഒരു മാനേജ്മെൻറ്റാണ് മൗത്ത് വാഷ് ഉപയോഗിക്കുക എന്നുള്ളത്. അത് ക്ലോർഹെക്സിഡീൻ ഗ്ലൂക്കണേറ്റ് 1% 10 ml QID, 10 ml ക്ലോർഹെക്സിഡീൻ ഗ്ലൂക്കണേറ്റ് QID 4 നേരം വായിൽ ഗാർഗിൾ ചെയ്യാൻ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹെക്സിറ്റിഡിൻ 0.1% 10 ml QID, ഹെക്സിറ്റിഡിൻ 0.1% 10 ml QID 4 നേരം ഉപയോഗിക്കാം. ബെൻസിഡമൈൻ 0.5% മൗത്ത് വാഷ്, ബെൻസിഡമൈൻ 0.5% അത് മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഡീബ്രൈഡിങ് ഏജൻറ്റ്സ് ഏതൊക്കെയാണ്? ഡീബ്രൈഡിങ് ഏജൻറ്റ്സ് എന്ന് വെച്ചാൽ വായ്ക്കകത്തുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കാം. സോഡ ബൈകാർബണേറ്റ് മൗത്ത് വാഷ്, that is 1 teaspoon in 1 pint warm water and use a toothbrush on the tongue QID. അതായത് ഡീബ്രൈഡിങ് ഏജൻ്റ് ആയിട്ട് നമുക്ക് സോഡ ബൈകാർബ് മൗത്ത് വാഷ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 1 pint എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 500 ml ചെറു ചൂടുവെള്ളം എടുത്തിട്ട് 1 സ്പൂൺ സോഡ ബൈകാർബ് അതിനകത്ത് ഇടുക. ദെൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ടൂത്ത് ബ്രഷിൻ്റെ സഹായത്താൽ വായും നാക്കും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടതാണ്. Another method is ascorbic acid 250 mg effervescent tablet on the tongue QID. അതല്ല എന്നുണ്ടെങ്കിൽ അസ്കോർബിക് ആസിഡ് എന്താണെന്നറിയാലോ, വൈറ്റമിൻ സി ആണ്. അത് 250 mg അത് നാക്കിലിങ്ങനെ വെച്ച് കൊടുക്കുക. അത് എഫർവസൻ്റ് ആണ്. എഫർവസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാക്കിലുള്ള സലൈവയായിട്ട് ചേർന്ന് ഈ ടാബ്ലറ്റ് ഡിസോൾവ് ചെയ്ത് അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അപ്പോൾ ഇത് വായ്ക്കകത്തുള്ള വൈറ്റമിൻ സി ആയത് കാരണം ഇത് വായ്ക്കകത്തുള്ള ബാക്ടീരിയയൊക്കെ നശിപ്പിക്കുകയും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദെൻ
ഹൈഡ്രജൻ പെറോക്സൈഡ് മൗത്ത് വാഷ് 3% ഹൈഡ്രജൻ പെറോക്സൈഡ് മൗത്ത് വാഷും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് 10 ml ഇൻ ഹാഫ് എ ടംബ്ലർ ഓഫ് വാട്ടർ BD ഓർ TDS. ടംബ്ലറിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് അതിനകത്ത് 10 ml ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കാം. അത് മൗത്ത് വാഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. BD മീൻസ് 2 times a day, TDS മീൻസ് 3 times a day. 2 നേരം അല്ലെങ്കിൽ 3 നേരമോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് മൗത്ത് വാഷായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡീബ്രൈഡിങ് ഏജൻറ്റ്സ്. ഹാലിറ്റോസിസിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് 10th സിംറ്റം ഈസ് ഇൻസോംനിയ. ഇൻസോംനിയ മീൻസ് ഉറക്കക്കുറവ്, അതായത് ഇറ്റ് ഈസ് ദ ലാക്ക് ഓഫ് അഡിക്വേറ്റ് സ്ലീപ്പ്, ഉറക്കക്കുറവ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോപ്പർ സെറ്റിംഗ് ടു ഇൻഡ്യൂസ് സ്ലീപ്പ്, ദാറ്റ് ഈസ് ഡിം ലൈറ്റ്, ക്വയറ്റ് സറൗണ്ടിങ്സ്. അതായത് ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക. എക്സാമ്പിൾ, ലൈറ്റ് ഡിം ആക്കുക, ശാന്തമായ എൻവയോൺമെൻറ്റ് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, അലേ ആൻസൈറ്റി ബൈ ഷെയറിംഗ്, ലിസണിങ്, ആൻസിയോലൈറ്റിക്സ് ആൻഡ് സെഡേറ്റീവ്സ്. അതായത് രോഗിയുടെ ഉത്കണ്ഠ കുറയ്ക്കുക. എങ്ങനെയാണ് ആൻസൈറ്റി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടത്? അവരുടെ വിഷമങ്ങൾ കേൾക്കുക. പിന്നെ ആൻസിയോലൈറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസൈറ്റി കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകുക. സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയങ്ങാനുള്ള മരുന്നുകൾ നൽകുക. Then next, treat symptoms such as pain, nausea, etc. വേദനയും ഓക്കാനും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ്, റിവ്യൂ ആൻഡ് ചേഞ്ച് ഡ്രഗ്സ് അക്കോർഡിംഗ്ലി. കൃത്യമായ രീതിയിൽ മരുന്നുകൾ നൽകുക. അത് ചേഞ്ച് ചെയ്യുകയും വേണം. അതായത് ഉറക്കം അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് മാറി വേറെ നല്ല മരുന്ന് നൽകുകയും ചെയ്യുക. ഇത് ഇത്രയാണ് ഇൻസോംനിയയുടെ മാനേജ്മെൻറ്റ്. അനദർ സിംറ്റം ഈസ് ബെഡ് സോഴ്സ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റ് ആണെങ്കിലും അതിൽ ഒരുപാട് നാൾ കിടപ്പിലാകുന്ന പേഷ്യൻസിന് സാധാരണ ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ബെഡ് സോഴ്സ്. പ്രിവെൻഷൻ ഓഫ് ബെഡ് സോഴ്സ്. ഈ ബെഡ് സോഴ്സ് തടയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ന്യൂട്രീഷണൽ സപ്പോർട്ട്. ഏറ്റവും പ്രധാനം ആഹാരം തന്നെയാണ്. നല്ല ബാലൻസ്ഡ് ഡയറ്റ് പേഷ്യൻറ്റിന് നൽകുക. നെക്സ്റ്റ്, എൻഷ്യൂർ മൊബിലിറ്റി ഓർ ചേഞ്ച് ഓഫ് പൊസിഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അതായത് റെഗുലർ ഇൻ്റർവെൽസ് മീൻസ് 1 മണിക്കൂർ ഇടവിട്ടോ 2 മണിക്കൂർ ഇടവിട്ടോ രോഗിയെ ചരിച്ച് കിടത്തുക അല്ലെങ്കിൽ നടത്തിക്കുക. കീപ് ദ പേഷ്യൻറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ. രോഗിയെ ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കുക. പ്രൊവൈഡ് സ്കിൻ കെയർ എസ്പെഷ്യലി ഓൺ ബോണി പ്രോമിനൻസസ്, ദാറ്റ് ഈസ് ബാക്ക് ഓഫ് ഹെഡ്, സേക്രം, എൽബോ, സ്കാപ്പുല, നീ, ചീക്ക്, ഇയേഴ്സ്, ഷോൾഡേഴ്സ്, ടോസ് എക്സെട്ര. അതായത് ബോണി പ്രോമിനൻസസ് ഉള്ള ഭാഗങ്ങളിൽ നല്ലപോലെ സ്കിൻ കെയർ കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രഷർ സോറിൻ്റെ മാനേജ്മെൻറ്റിൽ പഠിച്ചതാണ് ഏതൊക്കെ ഏരിയാസിലാണ് പ്രഷർ സോർ വരാൻ സാധ്യത കൂടുതലെന്ന്. അതാണ് ഞാൻ ഈ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ബോണി പ്രോമിനൻസസ് മീൻസ് ബാക്ക് ഓഫ് ഹെഡ്, സേക്രൽ ഏരിയ, എൽബോസ്, സ്കാപ്പുല, നീ, ചീക്ക്, ഇയർ, ഷോൾഡേഴ്സ് ആൻഡ് ടോസ്. ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലെ കെയർ കൊടുക്കുക. ഇവിടെയൊക്കെ പ്രഷർ സോർ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ഏരിയാസാണ്. യൂസ് പ്രഷർ റിലീവിംഗ് ഡിവൈസസ് സച്ച് ആസ് എയർ മാട്രസ് ഓർ വാട്ടർ മാട്രസ്. എയർ മാട്രസ് അല്ലെങ്കിൽ വാട്ടർ മാട്രസ് പോലുള്ളവ ഉപയോഗിക്കുക, ബെഡിൽ ഉപയോഗിക്കുക. ഇത് പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രൊവൈഡ് സ്മൂത്ത്, ഫേം ആൻഡ് റിങ്കിൾ ഫ്രീ ബെഡ്. ചുളിവുകൾ ഇല്ലാത്ത ബെഡ് കൊടുക്കുക. ഇനി ഇത്രയാണ് നമ്മൾ പ്രിവെൻഷൻ ഓഫ് ബെഡ് സോഴ്സ് പറഞ്ഞത്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ബെഡ് സോർ. ബെഡ് സോർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാവുന്ന ചികിത്സാ രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നെക്രോട്ടിക് ടൈപ്പ്. നെക്രോട്ടിക് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നെക്രോട്ടിക് ടൈപ്പ് എന്ന് വെച്ചാൽ ഡെഡ് സെൽസ്, മുറിവ് ഉണങ്ങാതെ മുറിവിൻ്റെ മീതെ അതായത് ടിഷ്യൂസ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഏരിയാസ് സർജിക്കൽ എക്സിഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ സർജിക്കൽ എക്സിഷൻ രീതി ഉപയോഗിച്ച് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം മുറിവ് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ്, സ്ലഫ് ആണെന്നുണ്ടെങ്കിൽ സ്ലഫൊക്കെ നമ്മൾ വൂണ്ടിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സ്ലഫ് ഈസ് വൈറ്റ് ഓർ യെല്ലോ കവറിങ് ഓൺ ദ ബേസ് ഓഫ് ദ വൂണ്ട് വിച്ച് പ്രിവെൻറ്റ്സ് വൂണ്ട് ഫ്രം ഹീലിംഗ്. അത് പിക്ചറിൽ കാണുന്നത് പോലെ അതായത് വൂണ്ടിൻ്റെ മീതെ യെല്ലോ കളറിൽ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ഒരു ലെയർ ഫോം ചെയ്യും. അതിനെയാണ് സ്ലഫ് എന്ന് പറയുക. അപ്പോൾ ഈ സ്ലഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ സ്ലഫ് ആദ്യം റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം മുറിവ് ക്ലീൻ ചെയ്യാൻ. മാനേജ്മെൻറ്റ് നോക്കാം. ഡീസ്ലഫ് എന്ന് വെച്ചാൽ സ്ലഫ്
റിമൂവ് ചെയ്യുക, സിസേഴ്സ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുക. ദെൻ ഇറിഗേഷൻ വിത്ത് നോർമൽ സലൈൻ, നോർമൽ സലൈൻ ഉപയോഗിച്ച് ഇറിഗേഷൻ ചെയ്യുക. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, നോർമൽ സലൈൻ യൂസ് ചെയ്ത് ഇറിഗേഷൻ ചെയ്യുന്നത്. ദെൻ ഫോം ഡ്രസ്സിങ്, ഫോം ഡ്രസ്സിങ് തന്നെ ഈ പിക്ചറിൽ ഫോം ഡ്രസ്സിങ് കാണിച്ചിട്ടുണ്ട്. ഫോം ഡ്രസ്സിങ്ങിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് വൂണ്ടിന് നൽകും. അത് വൂണ്ട് ഹീലിങ്ങിന് നല്ലതാണ്. ഇൻഫെക്റ്റഡ് വൂണ്ടാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്കൽ ആൻറ്റിസെപ്റ്റിക്, ടോപ്പിക്കൽ മെട്രോജിൽ, ആൻറ്റിബയോട്ടിക്, ഓഡർ അബ്സോർബിങ് ഡ്രസ്സിങ്സ്. അതായത് പ്രഷർ സോർ ഇൻഫെക്റ്റഡ് ആയി എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതായത് ടോപ്പിക്കൽ ആൻറ്റിസെപ്റ്റിക് ഉപയോഗിക്കാൻ, ആൻറ്റിസെപ്റ്റിക്സ് പുറമേ പുരട്ടാവുന്നതാണ്. ടോപ്പിക്കൽ മെട്രോജൽ, മെട്രോജൽ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാം. ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാം. ഒരു ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് ആയിട്ടും കൊടുക്കാം. ഓഡർ അബ്സോർബിങ് ഡ്രസ്സിങ്സ്, അതായത് ഓഡർ അബ്സോർബ് ചെയ്യുന്ന ഡ്രസ്സിങ്സ് ഒക്കെ അല്ലെങ്കിൽ ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്സ് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഗ്രാനുലേറ്റിംഗ് വൂണ്ട്. ഗ്രാനുലേറ്റിംഗ് വൂണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രാനുലേഷൻ ടിഷ്യൂസ് ഫോം ചെയ്ത് തുടങ്ങുന്ന അവസ്ഥ. ഗ്രാനുലേഷൻ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് മുറിവ് ഉണങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അങ്ങനെ മുറിവ് ഉണങ്ങാൻ തുടങ്ങുന്ന ലക്ഷണം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ഡ്രസ്സിംഗ് ആണ് കൊടുക്കേണ്ടത്? ദാറ്റ് ഈസ് foam dressing. Foam dressing means it provides warm moist environment to wounds for optimum healing. ഇതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫോം ഡ്രസ്സിങ് ഇതാണ്. അപ്പോൾ ഗ്രാനുലേറ്റിംഗ് വൂണ്ടാണ് വെറ്റ് സോർ എങ്കിൽ ഈ ഫോം ഡ്രസ്സിങ് അപ്ലൈ ചെയ്യാം. ഇതൊരു ചെറിയ രീതിയിൽ മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് വൂണ്ടിൽ നൽകും. അങ്ങനെ കുറച്ചുകൂടി സ്പീഡായിട്ട് മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കും. ഇത് ഇത്രയാണ് ബെഡ് സോഴ്സിൻ്റെ മാനേജ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിക്കും. Next, 12th symptom is lymphedema. It is a condition where excess fluid collects in tissues, causes swelling due to failure of lymphatic drainage. Lymphatic drainage inde failure കാരണം ടിഷ്യൂസിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ഇതുമൂലം സ്വെല്ലിംഗ് ഉണ്ടാകുന്നു. ഇതിനെയാണ് ലിംഫെഡീമ എന്ന് പറയാം. നമുക്ക് ഒന്നുകൂടി നോക്കാം. ലിംഫ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. അതൊരു കളർലെസ് ഫ്ലൂയിഡാണ്. ഈ സെൽസിനിടയിൽ കാണുന്ന സ്പേസിനെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയും. ഈ സ്പേസിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിനെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ലിംഫ് കാപ്പിലറീസ് വഴി ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ പേര് ലിംഫ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ ഒഴുകി ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം വഴി വീനസ് സിസ്റ്റത്തിലേക്ക് എത്തുകയാണ് ചെയ്യാറ്. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫെയിലുവർ വന്നു കഴിഞ്ഞാൽ, ലിംഫ് നോഡിൻ്റെ അവിടെയോ ലിംഫ് വെസൽസിലോ എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെൽസിൽ നിന്നുമുള്ള ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് കടക്കുന്നത് തടയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സെൽസിനിടയിൽ, ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിനിടയിൽ ഫ്ലൂയിഡ് തിങ്ങി നിൽക്കുന്നു. അങ്ങനെ ടിഷ്യൂസ് ഫ്ലൂയിഡ് കൊണ്ട് ഫില്ലായിട്ട് ടിഷ്യൂസ് സ്വെല്ല് ചെയ്യുന്നു. ഈ കണ്ടീഷനെയാണ് ലിംഫെഡീമ എന്ന് പറയുക. പിക്ചറിൽ നോക്കിക്കോളൂ. ഈ ലെഗും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ഈ ലെഗ് ഈ ലിംഫെഡീമ വന്നതുകൊണ്ടല്ലേ, ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് കൊണ്ട് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത്, അങ്ങനെ സ്വെല്ലിംഗ് ഉണ്ടാകുന്നതാണ്. ഈ സാധാരണ ലിംഫെഡീമ കൂടുതലും സ്വെല്ലിംഗ് ഓഫ് ദ ലെഗ്സ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ആംസ് ആണ് സാധാരണ കാണപ്പെടുക. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ലിംഫെഡീമ. ലിംഫെഡീമയുടെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്കിൻ കെയർ. വാഷ് ദ സ്കിൻ ജെന്റ്ലി, അവോയ്ഡ് ഹാർഷ് സോപ്പ്. അതായത് നീര് വന്ന ഭാഗം വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വാഷ് ചെയ്യാൻ. ഹാർഷായിട്ടുള്ള സോപ്പ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ പിക്ചറിൽ രണ്ട് ലെഗും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? അതുപോലെ തന്നെ ഈ കൈകൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ സ്വെല്ലിംഗ് ഉള്ള ഭാഗം ക്ലീൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹാർഷ് സോപ്പ് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഡ്രൈ തറോലി എസ്പെഷ്യലി ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ്. കൈവിരലുകൾ, കാൽവിരലുകൾ ഇതിൻ്റെ ഇടയിൽ വെള്ളം തങ്ങി നിൽക്കും, ഈർപ്പം തങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ട്. അത് തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. നല്ലപോലെ ഡ്രൈ ആക്കി സൂക്ഷിക്കുക. മോയ്സ്ചറൈസ് റെഗുലർലി വിത്ത് ബ്ലാൻഡ് ക്രീം. ഏതെങ്കിലും വീര്യം കുറഞ്ഞ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ടേക്ക് കെയർ ടു അവോയ്ഡ് ബേൺസ് ആൻഡ് ഇൻസെക്ട് ബൈറ്റ്സ്. അപ്പോൾ ഈ സ്വെല്ലിംഗ് ഉള്ള കൈഭാഗത്ത് പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ പ്രാണികൾ വന്ന് കുത്തുവാനിടയാവുകയോ ചെയ്യരുത്. ഒന്നുകൂടി സ്വെല്ലിംഗ് ഉണ്ടാവും. അവോയ്ഡ് BP or blood pressure recording or venipuncture on the affected limb. അതായത് ഈ സ്വെല്ലിംഗ് ഉള്ള ഭാഗത്ത് ഒരു കാരണവശാലും പ്രഷർ എടുക്കുകയോ അല്ലെങ്കിൽ BP കഫ് കെട്ടി BP എടുക്കുകയോ അതല്ലെങ്കിൽ ഈ കൈകളിൽ അല്ലെങ്കിൽ സ്വെല്ലിംഗ് വന്ന ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല.
ട്രീറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസ് പ്രോംപ്റ്റ്ലി വിത്ത് ആൻറ്റിഫംഗൽ. ഫംഗൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻറ്റിഫംഗൽ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, മസാജിങ്. അനദർ മാനേജ്മെൻറ്റ് ഓഫ് ലിംഫെഡിമ ഈസ് മസാജിങ്. മസാജിങ് വളരെ ഗുണകരമാണ്. മസാജിങ്ങും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സപ്പോർട്ടായ ബാൻഡേജിങ്ങും, ഈ രണ്ടും ഒരേ എഫക്റ്റാണ്. മസാജിങ് ചെയ്യുമ്പോൾ ബാൻഡേജിങ് ചെയ്യുമ്പോഴും ഈ കെട്ടിക്കിടക്കുന്ന ഈ സ്വെല്ലിങ്, അതായത് ഈ ഫ്ലൂയിഡ്, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ലിംഫാറ്റിക് ഡ്രെയിനേജ് വഴി സുഗമമായി പോകുന്നതിന് സഹായിക്കുന്നു. അതാണ് മസാജിങ്ങും ആൻഡ് എക്സ്റ്റേണൽ സപ്പോർട്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസസ് സ്വെല്ലിങ്. സ്വെല്ലിങ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, എക്സസൈസ്. എക്സസൈസ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക നോക്കാം. ഡു 3 to 4 times ഡെയിലി. എക്സസൈസ് ചെയ്യുമ്പോൾ ഏത് എക്സസൈസ് ആണോ ചെയ്യുന്നത് അത് ഡെയിലി ഒരു 3-4 പ്രാവശ്യം അത് ചെയ്യേണ്ടതാണ്. ഇത് സ്വെല്ലിംഗ് വന്ന ഭാഗത്താണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. യൂഷ്വലി സ്വെല്ലിംഗ് ഉള്ളത് ഞാൻ പറഞ്ഞു ആംസിലായിരിക്കും അല്ലെങ്കിൽ ലെഗ്സിലായിരിക്കും. അപ്പോൾ ഏത് ഭാഗത്താണോ ആ ഭാഗത്താണ് എക്സസൈസ് കൂടുതലും ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ജെന്റ്ലി, അതായത് ആദ്യം തുടങ്ങുമ്പോൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ചെയ്യാവുള്ളൂ. പോസ് ഓൺ ഗെറ്റിംഗ് ടയേർഡ്. നമ്മൾ ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ് കൊടുക്കാൻ നിർത്തുക. അറ്റൻഷൻ ഓൺ പ്രോപ്പർ പോസ്റ്റർ. ശരിയായ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. സം ഓഫ് ദ എക്സസൈസസ് ആർ ബോൾ സ്ക്യൂസിങ് ആൻഡ് വാൻഡ് എക്സസൈസസ്. ബോൾ സ്ക്യൂസിങ്, അതായത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ, അതായത് സ്വെല്ലിംഗ് വന്ന ഭാഗത്തെ കയ്യിൽ ഒരു ബോൾ വെച്ചിട്ട് അത് സ്ക്വീസ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ സ്വെല്ലിംഗ്, അതായത് ഈ ഫ്ലൂയിഡ് കൂടുതലായിട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജിലൂടെ സെൻട്രൽ വീൻ അല്ലെങ്കിൽ വീനസ് സിസ്റ്റത്തിലേക്ക് എത്തുന്നതിന് സഹായിക്കും. നെക്സ്റ്റ്, സെക്കൻഡ് വൺ ഈസ് വാൻഡ് എക്സസൈസ്. വാൻഡ് എക്സസൈസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ദണ്ടോ എന്തെങ്കിലും വെയിറ്റ് കുറഞ്ഞ ദണ്ട് കയ്യിൽ പിടിക്കുക. ദണ്ട് ഉപയോഗിച്ച് കൈകൾ പൊക്കുകയും താഴ്ക്കുകയും ചെയ്യുക. അതാണ് വാൻഡ് എക്സസൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷോൾഡർ സ്ട്രെച്ച് എക്സസൈസ്. ഷോൾഡർ സ്ട്രെച്ച് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ കൈകൾ രണ്ടും ചുവരിൽ വെച്ച് ചുവരിന് അഭിമുഖമായി നിൽക്കുക. പതുക്കെ പതുക്കെ കൈവിരൽ ഉപയോഗിച്ച് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുക. അപ്പോൾ ഇതിനെ വാൾ ക്ലൈംബിങ് എക്സസൈസ് എന്നും പറയും. ഇതും വളരെ ഫലപ്രദമായിട്ടുള്ള എക്സസൈസാണ്. ഇത് കൈക്ക് സ്വെല്ലിംഗ് ഉള്ളെങ്കിൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, സൈഡ് ബാൻഡ്. സൈഡ് ബാൻഡ് എക്സസൈസ് മീൻസ് കൈകൾ മുകളിലേക്ക് പൊക്കി ഇരുവശങ്ങളിലേക്കും ചരിക്കുക. ഇതും വളരെ ഗുണകരമായ എക്സസൈസാണ്. നെക്സ്റ്റ്, ഷോൾഡർ അബ്ഡക്ഷൻ എക്സസൈസ്. ഷോൾഡർ അബ്ഡക്ഷൻ എക്സസൈസ് മീൻസ് കൈകൾ രണ്ടും ശരീരത്തിൽ നിന്നും അകറ്റി മുകളിലേക്ക് കൊണ്ടുപോവുക, തിരിച്ച് അതുപോലെ താഴ്ത്തി കൊണ്ടുവരികയും ചെയ്യുക. അതാണ് ഷോൾഡർ അബ്ഡക്ഷൻ എക്സസൈസ്. നെക്സ്റ്റ്, ഷോൾഡർ ഫ്ലെക്ഷൻ എക്സസൈസ്. അതായത് ഷോൾഡർ ഭാഗം തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുകയും അതേപോലെ തന്നെ താഴ്ത്തുകയും ചെയ്യുക. ഇതാണ് ഷോൾഡർ ഫ്ലെക്ഷൻ എക്സസൈസ്. നെക്സ്റ്റ്, എൽബോ ഫ്ലെക്ഷൻ എക്സസൈസ്. അതായത് എൽബോ ഭാഗത്തിൽ, അതായത് കയ്യിൽ ഒരു ബോൾ വെച്ചിട്ട് കൈകൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കുകയും താക്കുകയും ചെയ്യുക. ഇത് എൽബോ ഫ്ലെക്ഷൻ എക്സസൈസ് ആണ്. നെക്സ്റ്റ്, ലെഗ് എക്സസൈസസ്. കാലുകൾക്ക് കൊടുക്കാവുന്ന എക്സസൈസസ്. ഫസ്റ്റ് വൺ, റോൾ യുവർ ഫുട്ട് ഇൻ എ സർക്കിൾ, റിപ്പീറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാല് സർക്കിൾ ആകൃതിയിൽ കറക്കുക, അതായത് രണ്ട് ദിശയിലേക്കും കറക്കണം, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. അനദർ എക്സസൈസ് ഈസ് പ്ലേസ് യുവർ ഫുട്ട് ഫ്ലാറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് ടാപ്പ് യുവർ ഹീൽസ്. കാൽ ഭാഗം തറയിൽ വെക്കുക, അതിനുശേഷം ഉപ്പൂറ്റി മാത്രം ഉയർത്തുക. അങ്ങനത്തെ എക്സസൈസ് ഇത് ലെഗിന് സ്വെല്ലിംഗ് ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസസ് ആണ്. നെക്സ്റ്റ്, സിറ്റ് വിത്ത് യുവർ ഫീറ്റ് ഡൗൺ, സ്ട്രെയിറ്റൻ ആൻഡ് ബെൻഡ് യുവർ നീ. അതായത് കാൽ താഴ്ന്നു കിടക്കത്തക്ക രീതിയിൽ ഇരിക്കുക, അതിനുശേഷം കാൽമുട്ട് മുതലുള്ള ഭാഗം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. ഇതാണ് ലെഗ് എക്സസൈസസ്. സോ ഇത്രയാണ് ലിംഫെഡിമയുടെ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ജനറൽ കെയർ ഓഫ് പേഷ്യൻറ്റ്. പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന് കൊടുക്കുന്ന ജനറൽ കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂട്രീഷൻ, പേഴ്സണൽ ഹൈജീൻ, ഓറൽ ഹൈജീൻ, സ്കിൻ കെയർ ആൻഡ് സ്പിരിച്വാലിറ്റി. നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് സിംറ്റംസ് വെച്ചിട്ടുള്ള മാനേജ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ജനറൽ കെയറിലേക്ക് പോകുന്നത്. ഏത് പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ജനറൽ കെയർ എന്തൊക്കെയാണ്. ഒന്ന് ന്യൂട്രീഷൻ, പേഴ്സണൽ ഹൈജീൻ ആൻഡ് സ്പിരിച്വാലിറ്റി. ഓക്കെ, ലെറ്റ്സ് സീ വൺ ബൈ വൺ. First one, nutrition. Patients with advanced disease generally suffer
ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വേസ്റ്റിംഗ് ആൻഡ് ജനറലൈസ്ഡ് വീക്ക്നെസ്. അതായത് ദീർഘകാലം രോഗിയായിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് മീൻസ് വിശപ്പില്ലായ്മ ഉണ്ടാവുന്നു. വേസ്റ്റിംഗ്, മസിൽ വേസ്റ്റിംഗ് എന്ന് വെച്ചാൽ പേശി ബലക്ഷയം. ജനറലൈസ്ഡ് വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം എന്നിവ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ന്യൂട്രീഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, എൻഷുർ ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ഡയറ്ററി ഫൈബർ. ധാരാളം വെള്ളവും നാരുകളടങ്ങിയ ഭക്ഷണവും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈറ്റിംഗ് ആസ് മച്ച് ആസ് പേഷ്യൻ്റ് വാണ്ട്സ് ആൻഡ് ആസ് ഫ്രീക്വൻ്റ്ലി ആസ് ഹി വാണ്ട്സ്. അതായത് രോഗി ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുക. പ്രൊവൈഡ് വെൽ ബാലൻസ്ഡ് ഡയറ്റ്. നല്ല സമീകൃത ആഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്സ് ഇതെല്ലാം ഉൾപ്പെടുന്ന ആഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചേഞ്ചിങ് ഫുഡ് കൺസിസ്റ്റൻസി ആസ് നീഡഡ്. രോഗിക്ക് ആവശ്യമായ രീതിയിൽ ഫുഡ് കൺസിസ്റ്റൻസിയിൽ ചേഞ്ച് വരുത്തുക. അതായത് ചില പേഷ്യൻസിന് സെമി സോളിഡ് ആയിരിക്കും വേണ്ടത്, ചില പേഷ്യൻസിന് ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും വേണ്ടത്, അതനുസരിച്ച് ചേഞ്ച് ചെയ്യുക. നേസോഗാസ്ട്രിക് ഫീഡിംഗ് വെൻ പേഷ്യൻ്റ് ഈസ് അൺഏബിൾ ടു അക്സെപ്റ്റ് ഓറൽ ഫീഡിംഗ്. ഓറലായിട്ട് എടുക്കാൻ പറ്റാത്ത പേഷ്യൻസിന് നേസോഗാസ്ട്രിക് ഫീഡിംഗ് എന്ന് വെച്ചാൽ മൂക്കിലൂടെ ട്യൂബിട്ട് ആഹാരം കൊടുക്കാവുന്നതാണ്. പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓറൽ ത്രഷ്, നോസിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. പേഷ്യൻസിന് ഓറൽ ത്രഷ്, വായ്ക്കകത്ത് പൂപ്പലോ നോസിയയോ അതായത് ഓക്കാനമോ, കോൺസ്റ്റിപ്പേഷൻ അറിയാമല്ലോ മലബന്ധം എന്നിവ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ചികിത്സിച്ച് ഭേദമാക്കുക. ഇത്രയാണ് ന്യൂട്രീഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ്, സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ ഹൈജീൻ. ഫസ്റ്റ് വൺ, ഓറൽ ഹൈജീൻ. Promote brushing using a soft toothbrush and rinsing mouth every 12 hours. 12 മണിക്കൂർ ഇടവിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷിംഗ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. എൻഷുർ പ്രോപ്പർ ഫിറ്റ് ഓഫ് ഡെഞ്ചുവേഴ്സ് ആൻഡ് റിമൂവ് ഡെഞ്ചുവേഴ്സ് അറ്റ് നൈറ്റ്. ഡെഞ്ചുവേഴ്സ് എന്താണെന്നറിയാലോ, വെപ്പുപല്ല്. അതായത് ശരിയായ ഫിറ്റ് അളവിൽ ശരിയായ അളവിലുള്ള ഡെഞ്ചുവേഴ്സ് വേണം ഉപയോഗിക്കാൻ. രാത്രി കാലങ്ങളിൽ ഡെഞ്ചുവേഴ്സ് റിമൂവ് ചെയ്യുക. പ്രൊവൈഡ് മൗത്ത് വാഷ്. അതായത് വായിക്കകത്ത് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് മൗത്ത് വാഷ് കൊടുക്കുക. ട്രീറ്റ് ഓറൽ ത്രഷ് വിത്ത് നിസ്റ്റാറ്റിൻ ഓർ ഫ്ലൂക്കനസോൾ. വായിക്കകത്ത് ത്രഷ് ഉണ്ടെങ്കിൽ, അതായത് പൂപ്പൽ ബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ നിസ്റ്റാറ്റിനോ ഫ്ലൂക്കനസോളോ ഉപയോഗിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് ദർ ഈസ് ഡ്രൈ മൗത്ത്, പ്രൊവൈഡ് ഐസ് ചിപ്സ് ആൻഡ് ചൂയിങ് ഗംസ് ടു പ്രൊമോട്ട് സലൈവേഷൻ. ഡ്രൈ മൗത്ത് ആണെന്നുണ്ടെങ്കിൽ ഐസ് ചിപ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ ചൂയിങ് ഗംസ് കൊടുക്കുകയോ ചെയ്യാം. ഇതെല്ലാം ഉമിനീരുണ്ടാകാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ്, സ്കിൻ കെയർ. വാഷ് ബോഡി ഡെയിലി. എല്ലാ ദിവസവും ബോഡി ക്ലീൻ ചെയ്യിക്കുക. എൻഷുർ ക്ലെൻലിനെസ് ഓഫ് നെയിൽസ് ആൻഡ് മൗത്ത്. നഖങ്ങളും വായും നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യിക്കുക. നെക്സ്റ്റ്, പ്രൊവൈഡ് ക്ലീൻ ക്ലോത്തിങ് ആൻഡ് ബെഡ് ലിനൻ. നല്ല വൃത്തിയുള്ള ബെഡ് ലിനൻ, അതായത് ബെഡ്ഷീറ്റ്സും വസ്ത്രങ്ങളും നൽകുക. അസസ് സ്കിൻ ഇൻറ്റഗ്രിറ്റി എസ്പെഷ്യലി ഫോർ എനി പ്രഷർ സോർ. പ്രഷർ സോർ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്കിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. പ്രൊവൈഡ് പ്രഷർ സോഴ്സ് മാനേജ്മെൻറ്റ് മെഷേഴ്സ് ഇഫ് ദർ ഈസ് പ്രഷർ സോർ. പ്രഷർ സോർ ഉണ്ടെങ്കിൽ പ്രഷർ സോറിൻ്റെ മാനേജ്മെൻറ്റ് മെഷേഴ്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ്, അബൌട്ട് ദ സ്പിരിച്വാലിറ്റി. ഫസ്റ്റ് വൺ, അസസ് സ്പിരിച്വൽ ബിലീഫ്സ്. രോഗികളുടെ ആത്മീയ വിശ്വാസം എന്തൊക്കെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. Next, when requested by the patient, sit with the patient who wishes to pray or arrange for priest, rituals, prayers or music. അതായത് രോഗി ആവശ്യപ്പെടുകയാണെങ്കിൽ രോഗിയോടൊപ്പം പ്രാർത്ഥിക്കാനിരിക്കുകയോ അല്ലെങ്കിൽ പ്രീസ്റ്റിൻ്റെ സഹായം തേടുകയോ അല്ലെങ്കിൽ പൂജകളോ പ്രാർത്ഥനകൾ ഇവയ്ക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുക്കുക. എൻകറേജ് വെർബലൈസേഷൻ ഓഫ് ഫീലിങ്സ് ഓഫ് ആങ്കർ ഓർ ലോൺലിനെസ്. രോഗിയുടെ മനസ്സിലുള്ള ദേഷ്യം, ഒറ്റപ്പെടലിൻ്റെ സങ്കടങ്ങൾ എന്നിവ തുറന്നു പറയാൻ പ്രേരിപ്പിക്കുക. പ്രൊവൈഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റൻസ്. രോഗികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുക. അസസ് വെദർ പേഷ്യൻസ് നീഡ് ഹെൽപ്പ് വിത്ത് അൺഫിനിഷ്ഡ് ബിസിനസ്. അതായത് പൂർത്തീകരിക്കാത്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ അവരെ സഹായിക്കുക. സോ ഇത്രയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ
കൂടുതൽ അല്ലെങ്കിൽ മെയിൻ പോയിൻറ്റ്സ് ആണ് ഈ പറഞ്ഞത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്പിരിച്വാലിറ്റി വളരെ അത്യാവശ്യമാണ് പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന്. കാരണം രോഗികളായിട്ട് അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ബാധിക്കുന്ന പേഷ്യൻസ് ആത്മീയ അനുഭവം അല്ലെങ്കിൽ ആത്മീയ അനുഭൂതി അവർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതിൽ പരം പുണ്യം വേറെ ഇല്ല എന്നുള്ളതാണ്. സോ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ദീസ് ആർ ദ ജനറൽ കെയർ ഓഫ് പാലിയേറ്റീവ് കെയർ പേഷ്യൻറ്റ്. ഓക്കെ, ഇത്രയും സമയം ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിംപ്റ്റം മാനേജ്മെൻറ്റും ജനറൽ കെയർ ഓഫ് പാലിയേറ്റീവ് കെയർ പേഷ്യൻസും ആണ് എടുത്തത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാം. പ്രിപ്പയർ എ ബ്രോഷർ ഓൺ മാനേജ്മെൻറ്റ് ഓഫ് ഫംഗേറ്റിംഗ് വൂണ്ട്സ്. ഫംഗേറ്റിംഗ് വൂണ്ടിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി ഒരു ബ്രോഷർ തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദ ഇന്നബിലിറ്റി ടു പാസ് യൂറിൻ ഈസ് ടേംഡ് ആസ് ഡാഷ്. ഓർത്ത് നോക്കൂ. ആൻസർ യൂറിനറി റിട്ടൻഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൗൾ ഓർ അൺപ്ലസന്റ് സ്മെല്ലിംഗ് ബ്രത്ത് ഈസ് കോൾഡ് ഡാഷ്. ആൻസർ ഹാലിറ്റോസിസ്. തേർഡ് വൺ, ഡാഷ് റെഫേഴ്സ് ടു സ്വെല്ലിംഗ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് കോസ്ഡ് ബൈ ലിംഫാറ്റിക് സിസ്റ്റം ബ്ലോക്കേജ്. ആൻസർ ലിംഫെഡീമ. ഇനി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. First one, explain management of lymphedema. Second one, write a short note on fungating wounds. Third one, explain management of nausea and vomiting, dyspnea, bed sores, halitosis. Fourth one, write a short note on general care of palliative patient. അപ്പോൾ ഇത്രയും നിങ്ങൾ ആൻസേഴ്സ് എഴുതി നിങ്ങളുടെ നോട്ട്സിൽ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.